നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. അത്യധികം ഉദാത്തമായ സ്ഥാനത്ത് എത്തിയ ശുദ്ധ സാത്വികതയുടെ ഉപരിമണ്ഡലങ്ങളിലെത്തിയ ശുകൻ. അദ്ദേഹത്തെ ബ്രഹ്മർഷി എന്നാണ് നാം പറയുക. എന്താ, അദ്ദേഹം ബ്രഹ്മത്തെ, പരമാത്മാവിനെ അനുഭവിച്ച് അറിഞ്ഞയാളാണ്. അങ്ങനെയുള്ള ശുകബ്രഹ്മർഷി വ്യാസന് പുത്രനായി ജനിച്ചു. എപ്പോൾ വ്യാസൻ തൻ്റെ തപസ്സമാധിയിൽ ആ പരമാത്മാവിനെ തന്നെ, ആ പരമാത്മാവാകുന്ന അരണിയുണ്ട് കടയുന്ന അവസരത്തിൽ ആ പരമാത്മാവിനെ പ്രത്യക്ഷമായിട്ട് അനുഭവിച്ചറിയുന്ന അവസരത്തിൽ ആ ബ്രഹ്മാനുഭൂതിയിൽ നിന്ന് അവതരിച്ചയാളാണ് പൂർണ്ണ ബ്രഹ്മാനുഭവത്തിലേക്ക് പറന്നെത്തുവാനുള്ള തൻ്റെ അവസാനത്തെ ജന്മം സ്വീകരിച്ച, ശരീരം സ്വീകരിച്ച ആ ബ്രഹ്മർഷി. അദ്ദേഹം എങ്ങനെ കാണപ്പെട്ടു എന്ന് പറയാണ്. യഥാത്വരെ സമിദ്ധോഗ്നിർ ഭാതി ഹവ്യമുദാവഹം. യജ്ഞശാലകളിലെല്ലാം അഗ്നിയുണ്ട്. 3 അഗ്നികുണ്ഡങ്ങൾ ഉണ്ടാകും. അതിന് 3നും കൂടി ചേർത്തിട്ടാണ് ത്രേത എന്ന് പറയുക. വിധിപ്രകാരം മന്ത്രജപത്തോടു കൂടിയിട്ട് അതിൽ ദേവന്മാർക്ക് സമർപ്പിക്കേണ്ടതായിട്ടുള്ള ഹവിസ്സിനെ, പൂജാദ്രവ്യത്തെ യജ്ഞഹോതാക്കളായിട്ടുള്ള ആളുകൾ സമർപ്പിക്കും. അങ്ങനെ സമർപ്പിക്കപ്പെടുന്നതായ ഹവിസ്സിനെ, ഹവിസ്സിനെ ഏത് ദേവന് വേണ്ടിയിട്ടാണോ അത് സമർപ്പിച്ചിരിക്കുന്നത് ആ ദേവനിലേക്ക് ആ ഹവിസ്സിൻ്റെ സൂക്ഷ്മരൂപത്തെ, സൂക്ഷ്മഭാഗത്തെ കൊണ്ടെത്തിക്കുന്നയാളാണ് അഗ്നി. അങ്ങനെ ഹവ്യമുദാവഹം, ഹവ്യത്തെ വഹിച്ച് ദേവന്മാരിൽ കൊണ്ടെത്തിക്കുന്നതായ അഗ്നി ആ യജ്ഞകുണ്ഡങ്ങളിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതായ അഗ്നി, ആ അധ്വരത്തെ മുഴുവൻ സഫലമാക്കി തീർക്കുന്നതായ അഗ്നി. അതിൽ ഹവിസർപ്പിക്കുമ്പോഴേക്കും എങ്ങനെയാണോ ആളിക്കത്തി മുകളിലേക്ക് പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് ഉദിച്ച് ഉയർന്ന് ചെല്ലുന്നത്, അതേ പ്രകാരത്തിൽ തഥാരൂപ, അതേ പ്രകാരത്തിലുള്ള ജ്വലിക്കുന്നതായ രൂപത്തോടുകൂടി, കാന്തിമത്തായ രൂപത്തോടുകൂടി ശുഗോജജ്ഞേ പ്രജ്വലന്നിവ തേജസ, ശുഗൻ ജനിച്ചു. ആ തേജസ്സോടുകൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജനനം. തൻ്റെ തേജസ് കൊണ്ട് ഇങ്ങനെ ജ്വലിക്കുന്ന പോലെ ആർക്കും തോന്നും. നമുക്കറിയാം, ആരിലാണോ ജ്ഞാനം ഏറി നിൽക്കുന്നത് ആ ആളിൻ്റെ മുഖത്ത്, ആ ആളിൻ്റെ ശരീരത്തിൽ അതിൻ്റെ കാന്തി പ്രകടമായി കാണും. സ്വാമി വിവേകാനന്ദൻ്റെ ചിത്രങ്ങൾ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. ആ മുഖത്തെ തേജസ്, ആ മുഖത്തിൻ്റെ കാന്തിമത്തായിട്ടുള്ള ഭാവം, ശരീരത്തിലെ ഓരോ അംഗങ്ങളും അങ്ങനെ തന്നെ, പാദമായാലും കൈയായാലും അത് തന്നെയാണ് എല്ലാ ഋഷിവര്യന്മാരുടെയും പ്രത്യേകത. നമ്മുടേതുപോലുള്ള പഞ്ചഭൂതാത്മകമായ ശരീരം തന്നെയാണ് അവരുടേതും. പക്ഷേ ഉള്ളിൽ തടവന്യെ ജ്വലിക്കുന്നതായിട്ടുള്ള ആ പരമാത്മ കാന്തി ആ ശരീരത്തിലൂടെ വെളിയിലേക്ക് പ്രകടമായിത്തീരുന്നു. നമ്മുടെ എല്ലാം ഉള്ളിൽ അതേ ബ്രഹ്മ തത്വം ജ്വലിച്ചിരിക്കുകയാണ്. പക്ഷേ രാജസവും താമസവുമായിട്ടുള്ള ഗുണങ്ങൾ നമ്മുടെ മനോബുദ്ധികളിലും ഈ സ്ഥൂല ശരീരത്തിലും ഒക്കെ ഉള്ളതുകൊണ്ട് ആ ഉള്ളിലിരിക്കുന്ന കാന്തിയുടെ ഒരംശം മാത്രമേ പ്രകടമാവുന്നുള്ളൂ. ഓരോരുത്തരുടെയും തപസ്സിദ്ധി എത്രത്തോളമുണ്ടോ, ഓരോരുത്തരും തപസ്ശക്തിയുടെ കാര്യത്തിൽ പല പല തലങ്ങളിൽ മുജ്ജന്മങ്ങളിലൂടെ എടുത്തതായ ആ കഴിവുകളുടെ ബലത്തിൽ പല ചില തലങ്ങളിൽ എത്തിച്ചേർന്നവരാണ്. അതിനനുസരിച്ചുള്ളതായ പ്രഭ
ഓരോരുത്തരിലും കാണുവാനായി സാധിക്കും. ശരീരത്തിൻ്റെതല്ല പ്രഭ. ഈ ലോകത്തിൽ ഒരു ശരീരത്തിനും പ്രഭയില്ല. താമരപ്പൂവിൻ്റെ റോസാപ്പൂവിൻ്റെ കാന്തിക്കാസ്പദം അതിലിരിക്കുന്ന ഭൗതിക ശരീരമല്ല. കാർബണും ഹൈഡ്രജനും ഓക്സിജനും നൈട്രജനും ഒക്കെയാണ് അതിലുള്ളത്. ഇതിലേതിനാണ് സൗന്ദര്യമുള്ളത്? മനുഷ്യ ശരീരത്തിലായാലും അങ്ങനെ തന്നെ. ഇതൊക്കെ തന്നെയാണ് പദാർത്ഥങ്ങൾ. ഇതിലേതിനാണ് കാന്തിയുള്ളത്? പിന്നെ എവിടെ നിന്നിട്ടാണ് സൗന്ദര്യം, കാന്തി, അതേപോലെ തന്നെ ഈശ്വരീയമായിട്ടുള്ള ആകർഷണീയത? ഇതൊക്കെ ഈ പുഷ്പങ്ങളിലും അതേപോലെ തന്നെ മനുഷ്യ ശരീരങ്ങളിലും മറ്റെല്ലാ ജീവരാശിയുടെ ശരീരത്തിലും പല അളവിൽ കാണപ്പെടുന്നത്. നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥങ്ങൾക്ക് ഒന്നിനും ഈ കാന്തിയില്ല. അപ്പോൾ ഇതിൽ നിന്നിട്ട് ഭിന്നമായി ഉള്ള ഒരു സ്രോതസ്സിൽ നിന്നിട്ടാണ് അത് വരുന്നത്. ആ സ്രോതസ് എന്ത് എന്ന് വ്യാസവാക്യം പഠിക്കുന്ന നമുക്കെല്ലാം നന്നായി അറിയാമല്ലോ. ഈ മഹാഭാരതത്തിന് അടിസ്ഥാനമായി നിൽക്കുന്ന ഭഗവത്ഗീത പഠിച്ചിട്ടുള്ള നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അതിനാസ്പദം ആ പരമാത്മാവാണ്, സച്ചിദാനന്ദമാണ്. അതാണ് ശുഗബ്രഹ്മർഷി ഇത്ര കണ്ട് തേജസ്സോടുകൂടിയിട്ട് ആ ബാല്യത്തിലെ കാണപ്പെട്ടത്. കാരണം അവിടെ രജസിൻ്റെയും തമസിൻ്റെയും മറയില്ല. സത്വഗുണമാണ് ഏറി നിൽക്കുന്നത്. കേവലം ശരീരം ധരിക്കാൻ വേണ്ടിയിട്ട് മാത്രം പേരിന് അല്പം രജസും തമസും, ബാക്കി മുഴുവൻ സാത്വിക ഗുണമാണ്. അതുകൊണ്ട് ഉള്ളിലെ ആ പ്രഭ തടവന്യെ പ്രകാശിക്കുന്നു. ഏതുപോലെയായിരുന്നു അദ്ദേഹത്തിന്റെ കാന്തി എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയാണ്. ബിഭ്രത് പിതുശ്ച കൗരവ്യ രൂപവർണ്ണമനുത്തമം. അദ്ദേഹത്തിന്റെ അച്ഛന്റെ രൂപവും അദ്ദേഹത്തിന്റെ അച്ഛന്റെ വർണ്ണവും പരിപൂർണമായിട്ടും ഈ ശുഗബ്രഹ്മർഷിയിൽ നിറഞ്ഞ് ശോഭിക്കുന്നു. അച്ഛന്റെ സൗന്ദര്യമാണ്. ആരാണ് അച്ഛൻ? വ്യാസഭഗവാൻ. വ്യാസഭഗവാൻ അങ്ങേയറ്റം സുന്ദരനാണ്. എന്തുകൊണ്ടെന്നാൽ സൗന്ദര്യ സ്വരൂപമായിരിക്കുന്ന പരമാത്മ വിഭൂതിയാണ് അദ്ദേഹം. പരമാത്മാവ് തന്നെ ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കൈക്കൊണ്ടിരിക്കുന്നതായ മനുഷ്യ ആകൃതിയാണ് അദ്ദേഹം. ആ പരമാത്മ ചൈതന്യം പ്രകടമായി കാണുന്നു. അതുകൊണ്ട് പരമാത്മാവിന്റെ സൗന്ദര്യം അതേ പ്രകാരത്തിൽ അദ്ദേഹത്തിൽ കാണും. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ആ പരമാത്മാവിന്റെ ജ്ഞാനം അതേ പ്രകാരത്തിൽ നിറഞ്ഞു നിൽക്കും. അതാണ് ഭഗവത്ഗീതയും അതേപോലെ തന്നെ ബ്രഹ്മസൂത്രവും മഹാഭാരതവും ഒക്കെ ഇത്ര കണ്ട് തേജോമയമായിട്ട് ആയിരത്താണ്ടുകൾ കടന്നും ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിലനിൽക്കുന്നത്. ആധുനിക ശാസ്ത്രത്തിന്റെ എല്ലാ കണ്ടെത്തലുകളും ഈ മഹാഗ്രന്ഥങ്ങളുടെ പ്രതിപാദ്യത്തെ, അതിൻ്റെ പ്രതിപാദന സമ്പ്രദായത്തെയും പൂർണ്ണമായിട്ടും സത്യമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമ്മളുടെ വ്യക്തമായിട്ടുള്ള അനുഭവമാണ്. ഈ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളതിന് വിരുദ്ധമായി ഒരു കണ്ടെത്തലും ഭൗതികശാസ്ത്രത്തിന് നാളിതുവരെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നാം ഓർക്കുക. അങ്ങനെ ആ പരമാത്മസ്വരൂപം തന്നെ വ്യാസനായി നിൽക്കുന്നു. സൗന്ദര്യത്തിന്റെ ധാമമാണ് അദ്ദേഹം. ആ പിതാവിന്റെ ആ സൗന്ദര്യം ഈ ശുഗബ്രഹ്മർഷിയിലും കാണുന്നു എന്ന് പറയുമ്പോൾ പിതാവ് എത്ര കണ്ട് ശുദ്ധ സാത്വിക പ്രകൃതിയായി ആ പരമാത്മ സ്വരൂപത്തെ ആവിഷ്കരിക്കാൻ യാതൊരു തടസ്സവുമില്ലാതെ ശോഭിക്കുന്നുവോ അതേ പ്രകാരത്തിൽ പരമാത്മ സ്വരൂപത്തിന് ഒരു തടസ്സവും സൃഷ്ടിക്കാത്ത സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളോടുകൂടിയവനാണ് ശുഗബ്രഹ്മർഷി എന്നർത്ഥം. അതാണ് പൂർണ്ണ ബ്രഹ്മ സാക്ഷാത്കാരത്തിന്റെ മാർഗത്തിൽ ഏറ്റവും അവസാനത്തെ പടിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്, ഏറ്റവും മുകളിലത്തെ പടിയിൽ. ഇത് പൂർണ്ണ ബ്രഹ്മാനുഭവത്തിന്റെ സ്ഥാനമാണ്. മുമ്പൊരവസരത്തിൽ നിയോഗകഥ പറയുന്ന അവസരത്തിൽ വ്യാസന്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞത് എല്ലാവരും ഓർക്കുന്നുണ്ടാകും. വ്യാസൻ സത്യവതിയോട് പറഞ്ഞു, ഈ അംബികയും അംബാലികയും ഞാൻ പറയുന്ന പ്രകാരത്തിലുള്ളതായ വ്രതം ആചരിക്കണം, കഠിനമായ വ്രതം ആചരിക്കണം, അങ്ങനെ ശുദ്ധി നേടണം. എന്നാൽ മാത്രമേ
യോഗ്യരായ സന്താനങ്ങൾ അവർക്ക് ലഭിക്കുകയുള്ളൂ. പക്ഷേ അതിന് കുറച്ച് കാലമെടുക്കും. ആ കാലം കാത്തിരിക്കാൻ സത്യവതി തയ്യാറല്ല. സത്യവതി പറഞ്ഞു, കാലതാമസമുണ്ടാകും, നാടിന് രാജാവിനെ വേണം, അതിനാൽ വൈകിക്കുക പറ്റില്ല. അപ്പോൾ വ്യാസൻ പറഞ്ഞു, എന്നാൽ എന്റെ വൈരൂപ്യത്തെ അവർ സഹിക്കേണ്ടി വരും. വ്യാസൻ പറഞ്ഞു. അവിടെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, വ്യാസൻ സുന്ദരനാണ്, ബ്രഹ്മസ്വരൂപനാണ്, സത്തും ചിത്തും ആനന്ദവും സത്യവും ശിവവും സുന്ദരവുമാണ് വ്യാസൻ. പക്ഷേ ആ സൗന്ദര്യത്തെ അറിയുവാനുള്ളതായ കണ്ണ്, അതിനുള്ള മനസ്സ്, അതിനുള്ള പ്രാണശക്തി ഇല്ലാത്ത ഒരാളിന് അത് വൈരൂപ്യമായി മാത്രമേ കാണപ്പെടൂ. അവരുടെ രണ്ടുപേരുടെയും അവസ്ഥ അതാണ്. അംബിക തമോമയ സ്വഭാവത്തിന്റെ സ്വാധീനത്തിൽപ്പെട്ടവൾ, അംബാലിക രജോമയ സ്വഭാവത്തിന്റെ സ്വാധീനത്തിൽപ്പെട്ടവൾ. അതുകൊണ്ടാണ് സാത്വിക ഗുണപൂർണത നേടാൻ വേണ്ടിയിട്ട് ആ വ്രതം വേണമെന്ന് പറഞ്ഞത്. പക്ഷേ തിടുക്കം കൊണ്ട് സത്യവതി സമ്മതിച്ചില്ല. വ്യാസൻ ഈ ഒരു നേരത്തെ തന്നെയുള്ള വാണിംഗ് അങ്ങ് കൊടുത്തു. അതൊക്കെ അവർ സഹിച്ചോളും എന്ന് പറഞ്ഞു. പക്ഷെ സഹിച്ചില്ല. അന്ധനായൊരു മകനും അതേപോലെ തന്നെ വിളറിപ്പോയി പാണ്ഡുവർണ്ണമായൊരു മകനും അതാണ് അവർക്ക് ലഭിച്ചത്. എന്നാൽ ആരാണോ വ്യാസന്റെ സൗന്ദര്യത്തെ തിരിച്ചറിഞ്ഞത്, സത്വഗുണത്തിന്റെ പൂർണ്ണത അംഗീകരിക്കാൻ തക്കവണ്ണമുള്ള പ്രാണശക്തിയുള്ള ഒരു ദാസി, അംബിക തന്നെ വീണ്ടും നിയോഗിച്ചപ്പോഴേക്കും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ തന്റെ ദാസിയെയാണ് അങ്ങോട്ട് വ്യാസസമീപത്തേക്ക് അയച്ചത്. പക്ഷെ ആ ദാസി മാനസികമായിട്ട് വളരെ ഉയർന്ന തലത്തിൽ നിൽക്കുന്നു. സാത്വിക ഗുണത്തെ അവൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അതേ പ്രകാരത്തിൽ വ്യാസനെ കണ്ടു. വിതുരൻ എന്നുള്ള മഹാജ്ഞാനിയായ സന്താനത്തെ ആ ദാസിക്ക് ലഭിക്കുകയും ചെയ്തു. ആ അവസരത്തിൽ പറഞ്ഞു വ്യാസന്റെ സൗന്ദര്യത്തെക്കുറിച്ച്. ഇവിടെ ഇതാ നേരിട്ട് വാക്കുകൊണ്ട് വ്യാസന്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുകയാണ്. ശുഖബ്രഹ്മർഷിയുടെ സൗന്ദര്യം എത്രമാത്രമുണ്ടെന്ന് കേൾപ്പിക്കാൻ. ബിഭ്രത് പിതുശ്ച കൗരവ്യ രൂപ വർണ്ണമനുത്തമം. തന്റെ പിതാവിന്റെ വ്യാസന്റെ ആ കമനീയമായിരിക്കുന്ന രൂപവും അനുത്തമമായിരിക്കുന്ന ശ്രേഷ്ഠമായ മഹനീയമായിരിക്കുന്ന ആരെയും ആകർഷിക്കാൻ പോകുന്നതായിരിക്കുന്ന ഉദാത്തമായ ആ രൂപവും സൗന്ദര്യവും അതേപോലെ തന്നെ നിറവും വഹിച്ചുകൊണ്ടാണ് ആ ബാലകന്റെ ജനനം. അദ്ദേഹം എങ്ങനെ ശോഭിച്ചതെന്ന് വെച്ചാൽ വിധൂമയോ പാവകനെ പോലെ അഗ്നിയെപ്പോലെ ശോഭിച്ചു. സാധാരണ അഗ്നിക്ക് പുക കാണും. അഗ്നിയുടെ നാളങ്ങളുടെ മുകളിൽ നിന്നിട്ട് പുക വരും. അത് വേണമെങ്കിൽ അഗ്നിയുടെ ഒരു കുറവായിട്ട് നമുക്ക് കാണാം. നാം പണ്ട് മണ്ണെണ്ണ വിളക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇപ്പോഴും ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. ആ പുക വന്നിട്ട് ആ ചില്ലില് ആ ചിമ്മിനിയിൽ കരിയായി മാറും. അങ്ങനെ ആ പ്രകാശത്തെ തടയും. പിന്നെ അതെല്ലാം വൃത്തിയാക്കുന്ന ജോലി കൂടി ഉണ്ടായേ പറ്റൂ. അങ്ങനെ ഒരു പുക ഒരു ശല്യമായിട്ട് പലപ്പോഴും അനുഭവപ്പെടും. എന്നാൽ ഇദ്ദേഹം എങ്ങനെ ശോഭിച്ചു എന്നറിയോ? പുകയില്ലാത്ത അഗ്നിയെപ്പോലെ വിധൂമയോ പാവക, പുകയില്ലാത്തതായ അഗ്നിയെപ്പോലെ ശോഭിച്ചു. ഇങ്ങനെയുള്ളൊരു മഹാപുരുഷന്റെ ആഗമനം, ഇങ്ങനെയുള്ളൊരു മഹാപുരുഷന്റെ ജനനം, ആ ജനനത്തിന് ജനനം എന്നല്ല നമ്മുടെ സമ്പ്രദായം എന്ന് അനുസരിച്ച് പറയുക, അത് അവതാരമാണ്. അങ്ങനെയുള്ള ആ മഹാപുരുഷന്റെ അവതാരം വരുമ്പോഴേക്കും ഈ പ്രകൃതി മുഴുവൻ അതിനനുസരിച്ച് പ്രതികരിക്കും. എന്തുകൊണ്ടെന്നാൽ ഈ പ്രകൃതി ഭഗവന്മയമാണ്. പരമാത്മാവാണ് എല്ലാത്തിനും അടിസ്ഥാനം. പരമാത്മാവിൽ നിന്നിട്ട് മൂലപ്രകൃതിയിൽ നിന്ന് മഹത്തത്വം, അതിൽ നിന്ന് അഹങ്കാരതത്വം, ഇങ്ങനെ വരികയാണ്. അപ്പോ ഒരു ജീവൻ പരമാത്മ സാക്ഷാത്കാരം നേടാനുള്ള യോഗ്യത കൈവരിച്ചിരിക്കുന്ന ഒരു ജീവൻ ഈ ഭൂമിയിൽ തനിക്ക് ഇനി ചെയ്യേണ്ട ആ അല്പമായ ജോലി നിർവഹിക്കാനുള്ള ശരീരത്തെ സ്വീകരിക്കുമ്പോൾ, സാത്വികമായ ശരീരത്തെ സ്വീകരിക്കുമ്പോൾ പ്രകൃതി മുഴുവൻ അനുരൂപമായിട്ട് നിൽക്കും, അനുകൂലമായി നിൽക്കും. അതാണ് രാമാവതാരം രാമായണത്തിൽ വായിക്കുമ്പോൾ പ്രകൃതി അങ്ങനെ അനുരൂപമായി നിൽക്കുന്നത്. അത് അവതാരമാണ് അവിടെ വർണ്ണിച്ചിരിക്കുന്നത്. കൊണ്ടാണ് വെറുതെ ഒരു
കവിയുടെ മേനി പറച്ചിലല്ലത്. ഈ തലങ്ങളെയെല്ലാം നേരിട്ട് കണ്ടിട്ടുള്ള ഉപരിലോകങ്ങൾ എന്ന് പുരാണ ഭാഷയിൽ പറയും. ഇത് ഭൂലോകം, നാം എല്ലാം വസിക്കുന്ന സ്ഥൂല പഞ്ചഭൂതമയമായ ലോകം. ഉപരിലോകങ്ങൾ, സൂക്ഷ്മമണ്ഡലങ്ങൾ, ഭൂർലോക, സ്വർലോക, മഹർലോക, ജനലോക, തപോലോക, സത്യലോകങ്ങൾ. ആ സത്യലോകത്തിനും അപ്പുറം പരമാത്മാവ്. അപ്പോൾ ആ പരമാത്മാവിൽ നിന്നുണ്ടായതായ പ്രകൃതി സിദ്ധമായിരിക്കുന്ന ഈ ലോകങ്ങളെല്ലാം ആ ജീവാത്മാവിൻ്റെ ആ അവതാരത്തിൽ ആനന്ദമയമായി തീർന്ന് അതിനനുസരിച്ച് പ്രവർത്തിക്കും, പ്രതികരിക്കും. താം ഗംഗാ സരിതാം ശ്രേഷ്ഠ മേരുപൃഷ്ഠേ ജനേശ്വര സ്വരൂപിണി തഥാഭ്യത്യ തർപ്പയാമാസ വാരിണ. ആ ശുകബ്രഹ്മർഷിയെ ഗംഗാഭഗവതി, ആ ഗംഗാഭഗവതി ദൈവീകമായിരിക്കുന്ന തൻ്റെ യഥാർത്ഥ രൂപത്തെ വഹിച്ചുകൊണ്ട്, അതാണ് സ്വരൂപിണി, ആർക്കും കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ആ ദൈവീമയമായിരിക്കുന്ന രൂപം, ആ രൂപത്തെ ധരിച്ചുകൊണ്ട് മഹാമേരുവിൻ്റെ മുകളിൽ, മഹാമേരുവിനെ വാഹനമായി സ്വീകരിച്ച്, മേരുപർവ്വതത്തെ വാഹനമായി സ്വീകരിച്ച്, സ്വർണമയമായ പർവ്വതമാണത്, അതിനെ വാഹനമായി സ്വീകരിച്ച് ആ ഗംഗാദേവി, നദികളുടെ കൂട്ടത്തിൽ വച്ചിട്ട് ഏറ്റവും മഹനീയ ഗുണങ്ങളോടുകൂടിയവളായ ഗംഗാദേവി, സാക്ഷാൽ മഹാദേവന്റെ പത്നിയാണ് ഗംഗ. ആ ഗംഗാദേവി ഉടനെ തന്നെ ഈ ശുകബ്രഹ്മർഷിയുടെ സമീപത്ത് വന്നിട്ട് തർപ്പയാമാസ വാരിണ, ആ പവിത്രമായിരിക്കുന്ന ഗംഗാജലത്താൽ ആ ശുകബ്രഹ്മർഷിയെ ആനന്ദിപ്പിച്ചു, ആഹ്ലാദിപ്പിച്ചു. ആ ശുകബ്രഹ്മർഷിയെ പവിത്രീകരിച്ചു, ആ ശുകബ്രഹ്മർഷിയെ സന്തോഷിപ്പിച്ചു, അദ്ദേഹത്തെ സമ്പൂർണ്ണ തൃപ്തനാക്കി തീർത്തു.